നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് മണ്ണാർക്കാട് സഹകരണ അർബൻ ക്രെഡിറ്റ് സൊസൈറ്റിക്ക് മുൻപിൽ നിക്ഷേപകന്റെ കുത്തിയിരിപ്പ് സമരം. മക്കളുടെ വിദ്യാഭ്യാസത്തിനും മകളുടെ വിവാഹ ആവശ്യങ്ങൾക്കുമായി സ്വരൂപിച്ച 2 ലക്ഷം രൂപ തിരികെ ലഭിക്കാത്തതിനെ തുടർന്നാണ് KP അബ്ദുൽ സലാം പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മണ്ണാർക്കാട് സ്വദേശിയായ KP അബ്ദുൽ സലാം ദിവസേന 10, 100, 200 രൂപ വീതം നിക്ഷേപിച്ചാണ് ഏകദേശം 2 ലക്ഷം രൂപ സഹകരണ അർബൻ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ സമ്പാദിച്ചത്. മക്കളുടെ പഠനച്ചെലവിനും മകളുടെ വിവാഹാവശ്യങ്ങൾക്കുമായി പണം തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ 2 വർഷമായി സൊസൈറ്റിയെ സമീപിക്കുന്നുണ്ടെങ്കിലും നിരന്തരം മടക്കി അയക്കുകയാണെന്നാണ് അബ്ദുൽ സലാമിന്റെ പരാതി. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് രാവിലെ മണ്ണാർക്കാട് വടക്കുമണ്ണം റോഡിലുള്ള സഹകരണ അർബൻ ക്രെഡിറ്റ് സൊസൈറ്റിയിലെത്തി നോട്ടീസ് നൽകിയ ശേഷം സ്ഥാപനത്തിനു മുന്നിൽ പ്ലക്കാർഡുമായി അബ്ദുൽ സലാം കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത്. നിക്ഷേപത്തുക തിരികെ ലഭിക്കും വരെ സമരം തുടരുമെന്നാണ് അബ്ദുൽ സലാം പറയുന്നത്. ബാങ്കിന്റെ മുമ്പിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാങ്കിൽ പണ ഇടപാടുണ്ടായിരുന്നു. ഞാൻ ഒരു ചെറിയ കച്ചവടക്കാരനാണ്. എൻ്റെ കിട്ടുന്ന വീതത്തിൽ നിന്ന് ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് വിശ്വാസയോഗ്യമായ ബാങ്ക് ആയിക്കോട്ടെ, ബാങ്കിൽ നിക്ഷേപിക്കാം. മറ്റേ കുറികളിലൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടൂല. അങ്ങനെ കിട്ടുന്ന 50, 100, 200 അത് സ്വരൂപിച്ച് അതിന് കാലാവധി തികയുമ്പോൾ ഞാൻ SP അക്കൗണ്ടിലേക്ക് മാറ്റിയിടും. എനിക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടാറുണ്ട്. ഇപ്പൊ ഈ ഇടയായിട്ട് എനിക്ക് വന്നപ്പോൾ പൈസ കിട്ടിയില്ല. അപ്പൊ അടുത്തൊരു ഡേറ്റ് പറഞ്ഞപ്പോൾ ആ ഡേറ്റിന് വന്നപ്പോഴും കിട്ടിയില്ല. പിന്നെ എൻ്റെ കുട്ടിയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വന്നപ്പോൾ അവരുടെ ഡേറ്റ് പറഞ്ഞു, അതും കിട്ടിയില്ല. അങ്ങനെ ഞാനിങ്ങനെ ഈ പൈസയും കണക്കൂട്ടി ബാധ്യതയിൽ നിന്നും ബാധ്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ മോളുടെ കല്യാണ ആവശ്യത്തിന് വന്നപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ അജണ്ട ഉണ്ട്, എന്തായാലും ഞങ്ങളിവിടെ പ്രശ്നത്തിലാണ്, കല്യാണത്തിന്റെ ആവശ്യക്കാർക്ക് മുൻഗണന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വീണ്ടും പറഞ്ഞയച്ചു. കല്യാണം കഴിഞ്ഞിട്ട് വന്നപ്പോഴും കല്യാണത്തിന് മുമ്പ് വന്നപ്പോഴും പലപ്പോഴും വന്നപ്പോഴും ഇവരായിട്ട് യാതൊരു റെസ്പോൺസും ഇല്ല. അതായത് എനിക്ക് കിട്ടാനുള്ള സംഖ്യയിലേക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ കലക്ഷൻ ചെയ്ത് ഒരു 10,000 കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ ഇത്ര ലക്ഷം റുപ്യ കടമുള്ള ആളെ നിങ്ങൾക്ക് 1000 വെച്ചോളി അല്ലെങ്കിൽ ഒരു 500 വെച്ചോളി എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നിട്ടില്ല. അപ്പൊ ഇനി അടുത്ത മാർഗം എന്ത് സ്വീകരിക്കണം എന്ന് അറിയാതെ എനിക്ക് സമൂഹത്തിന്റെ ഇടയ്ക്ക് മറ്റുള്ള ബാധ്യതകളുടെ ഇടയ്ക്ക് ഇറങ്ങണമെങ്കിൽ ഇവിടുന്നുള്ള പൈസ എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടിയാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഈ പൈസ കണ്ട് ഞാൻ റൊട്ടേഷൻ ചെയ്ത് ഞാൻ കറങ്ങി. ഏകദേശം ഇപ്പൊ ഈ 100, 50, 200 അടച്ചുണ്ടാക്കിയത് ഒരു 2 ലക്ഷം രൂപയോളം ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. അത് ഡെയിലി കളക്ഷൻ ആയിരുന്നു. കളക്ഷനിൽ വരുന്ന പൈസ SP-യിലേക്ക് മാറ്റും. നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്ന ഒരു ഇതായിട്ട് ഇരിക്കട്ടെ എഴുതിയിട്ട് ഇല്ല, പൈസ കിട്ടിയിട്ട് തന്നെ പോവുള്ളൂ. അല്ലേ പിന്നെ വല്ല കൊല്ലണം, അല്ലാതെ ഒരു ഒരിക്കലും നിരക്കും കൊണ്ടുപോകാൻ കഴിയില്ല. അതായത് ഇതുവരത്തെ അവരുടെ സമീപനങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവർക്ക് പൈസ തരാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം എടുക്കാൻ കാരണം. മകളെ കല്യാണത്തിന് ചോദിച്ചു, അതിന് മുമ്പ് കുട്ടിയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് ചോദിച്ചു. അപ്പോഴൊക്കെ അവരെന്നെ ഉഴപ്പി കൊണ്ടുവന്നു. പിന്നെ ഞാൻ കല്യാണ തിരക്കിൽ ഇതിലും പെട്ട് ഞാൻ എങ്ങനെയെങ്കിലും അവളുടെ കല്യാണമല്ലേ അത് നടത്തട്ടെ, ഞാൻ നടത്തി. ഞാൻ എന്നിട്ടും പറഞ്ഞു ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വരും, നിങ്ങൾ കല്യാണത്തിന് തന്നില്ല, കല്യാണം കഴിഞ്ഞിട്ട് വരും, അപ്പോഴേലും തരുമുണ്ട്, കാരണം ഇത് കണ്ട് കടം വാങ്ങാനാണ്. ധൈര്യമായിട്ട് വാങ്ങിക്കുമെന്നൊക്കെ പറഞ്ഞു. നല്ല സപ്പോർട്ടാണ്. പക്ഷെ പൈസ മാത്രം കിട്ടൂല. ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കല്ല, എനിക്ക് എന്റെ കാര്യം തന്നെ നോക്കി എത്തുന്നില്ല. അതുകൊണ്ടാണ് അതെ 6 മാസം മുമ്പ് പ്രതിസന്ധിയിലായി. ഇവിടെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ജയിലിൽ നിന്ന് വരുന്ന സമയത്തുള്ള അജണ്ടയിൽ പ്രാമുഖ്യം കൊടുക്കുന്നത് പെൺമക്കളുടെ കല്യാണ ആവശ്യങ്ങൾക്ക് ഒരു പൈസ കൊടുക്കണം, ആദ്യം അവരെ മുൻഗണന കൊടുത്ത് പരിഗണിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണ് എനിക്കൊരു 1000 രൂപ തന്നിരിക്കണമെങ്കിൽ എനിക്ക് മനസ്സിലാക്കാമായിരുന്നു അവരെ പ്രവർത്തികൾ അവർ പ്രാക്ടിക്കലാക്കുന്നുണ്ട്. ഇതൊന്നും അവർ പ്രാക്ടീസ് ചെയ്യുന്നില്ലല്ലോ, അവർ വാക്കുകളിലും എഴുത്തുകളിലും മാത്രമാണ്. അപ്പൊ എന്താണ് ഇവരെ നിലപാടെന്നുള്ളത് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ മുൻകൂട്ടി ഇവിടെ വന്നു, നോട്ടീസ് കൊടുത്തു. അരമണിക്കൂറിന്റെ പൈസ വേണമെന്ന് പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഈ പ്രതിസന്ധിയിൽ ഷട്ടർ അടച്ച് സമരം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അവരെല്ലാം അംഗീകരിച്ചു. നിങ്ങൾ എന്താ ചെയ്തോളി, പൈസ തരില്ല എന്നുള്ള നിലപാടാണ്. എല്ലാവരും പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നൽകുന്നു. എന്നാൽ 100% പ്ലേസ്മെന്റ് ഉറപ്പാക്കി പഠിക്കാൻ കഴിഞ്ഞാലോ? അതിനായി ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കേരളത്തിലെ നമ്പർ 1 സ്വാശ്രയ പോളിടെക്നിക്കായ ചെറുപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നീ ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളും ദ്വിവർഷ ലാറ്ററൽ എൻട്രി കോഴ്സുകളും AICTEയുടെയും SPTയുടെയും അംഗീകാരത്തോടെ നൽകപ്പെടുന്നു. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, ജോബ് ഓറിയന്റഡ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ്, CAD കോഴ്സുകൾക്ക് പ്രത്യേക ട്രെയിനിംഗ്, സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ, വർക്ക്ഷോപ്പുകൾ, ടെക് ഫെസ്റ്റുകൾ, അത്യാധുനിക ലാബുകൾ, വിദഗ്ധരായ അധ്യാപകർ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്. ഇന്നു തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. മലബാർ പോളിടെക്നിക് ക്യാമ്പസ്, ചെറുപ്പുളശ്ശേരി.